ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. വളർച്ചയുടെ അടിസ്ഥാന ശക്തിയായ പരിശുദ്ധാത്മാവേ, വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞിൽ പ്രവർത്തിക്കണമേ. രൂപരഹിതാവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ രൂപത്തിലേക്കും, ശൂന്യതയിൽ നിന്ന് പൂർണ്ണതയിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും വളരാൻ പരിശുദ്ധാത്മാവെ കുഞ്ഞിനെ അഭിഷേകം ചെയ്യണമേ. ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ദൈവഛായയുടെ മഹത്വത്തിലേക്ക് പരിശുദ്ധാത്മശക്തിയാൽ കുഞ്ഞു വളരട്ടെ. മാതാവിൻ്റെ പരിശുദ്ധിയും അബ്രഹാത്തിൻ്റെ വിശ്വാസവും സാവൂളിൻ്റെ അഴകും സോളമൻ്റെ ജ്ഞാനവും സാംസന്റെ ശക്തിയും ഏലീശമാരുടെ ആത്മവീര്യവും കുഞ്ഞിൽ നിറയട്ടെ. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ജീവൻ്റെ വൃക്ഷം തഴച്ചു വളർന്ന് 12 തരം ഫലം തരുന്നതുപോലെ കുഞ്ഞാത്മാവാകുന്ന ജീവജലത്തിൽ നിന്ന് സമൃദ്ധമായി ജീവൻ സ്വീകരിച്ച് തഴച്ചു വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന വാഗ്ദാന പ്രകാരം കുഞ്ഞിൻ്റെ മേൽ ഈശോയെ ആത്മാവിനെ വർഷിക്കണമേ. റൂഹായെ നന്ദി, റൂഹായെ സ്തുതി.